തന്നെയാണ് ആവശ്യപ്പെടുന്നത്. നോക്കൂ, ഈ വിഷയം കേരളത്തിലെ ക്യാബിനറ്റ് ചർച്ച ചെയ്തു. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിങ്ങൾക്ക് വിശദീകരണം നൽകിയതാണ്. നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്. ആ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ഇത്രയും കാത്തുന്നതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതേ വാചകമായിരിക്കില്ല. പക്ഷേ ഞങ്ങളും എല്ലാം പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ MOUവിൽ വ്യക്തത വരുത്താൻ വേണ്ടി ക്യാബിനറ്റ് ഉപസമിതി നിയോഗിക്കുകയാണ്. ക്യാബിനറ്റ് ഉപസമിതി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരു അനന്തര നടപടികളും ഉണ്ടാവില്ല. ഇതാണ് ഈ ക്യാബിനറ്റിനകത്ത് എങ്ങനെയാണ് നോട്ട് എഴുതിയെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. CPIയുടെ നേതൃത്വം അത് അംഗീകരിച്ചു, CPMൻ്റെ നേതൃത്വം അംഗീകരിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗീകരിച്ചു. അപ്പോൾ ചില മാധ്യമങ്ങൾ ഒരുപാട് മനക്കോട്ടയെല്ലാം കെട്ടിക്കൊണ്ടിരുന്നു. 29-ാം തീയതി ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ അവിടെ പങ്കാളിത്തം ചിലരുടെ ഭാഗത്തുണ്ടാവില്ല, അതിനെ തുടർന്ന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലപ്പെടും എന്നൊക്കെ പറഞ്ഞ് പല വിശകലനങ്ങളും, ആ വിശകലനങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം അതിൻ്റെ പക്വതയോട് ഉള്ള പെരുമാറ്റത്തിൽ അതിൽ CPMൻ്റെയും CPIയുടെയും നേതൃത്വം, സംസ്ഥാന നേതൃത്വം, മുഖ്യമന്ത്രി എല്ലാം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് സഹായിക്കുന്ന ചില ഇടപെടലുകളാണ് CPIയുടെയും CPMൻ്റെയും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും. സെക്രട്ടറി ആദ്യം പറഞ്ഞത് ഇത് സംസ്ഥാനത്ത് തീർക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. പിന്നെയും എന്തുകൊണ്ടാണ് അത്തരം എല്ലാ മീറ്റിങ്ങുകളിലും താങ്കൾ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഓർക്കുന്നുള്ളൂ. ഞാൻ മുഴുവൻ ഭാഗവും ഓർക്കുന്നുണ്ട്. എന്താണ്? സംസ്ഥാനത്ത് പരിഹരിക്കേണ്ടതാണിത്. സംസ്ഥാനത്ത് പരിഹരിക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ വല്ല സഹായവും ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. എന്തിനാണ് എൻ്റെ സുഹൃത്തെ ഒരു ഭാഗം ഞാൻ മറന്നുപോകും, വയസ്സനായതുകൊണ്ട് മറന്നുപോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ കാര്യമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചത്. അതിനൊന്നും ഒരു ഞങ്ങളെല്ലാം ഉറ്റ സുഹൃത്തുക്കളാണ്. ഇരിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമന്യേ സൗഹൃദമുണ്ട്. പക്ഷെ CPIയിലെ സഖാക്കളെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലെയാണ്. അതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രത്യേക സാഹചര്യത്തിൽ ചിലത് വീട് വായിൽ നിന്ന് അതിനാ അർത്ഥമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ അവർക്കും എനിക്കും കഴിയും. ഒരു കാര്യം, ഈ PM ശ്രീ വിവാദം അത് സംസ്ഥാന നേതൃത്വം, CPMന്റെ സംസ്ഥാന നേതൃത്വം ലാഘവത്തോടെയാണ് കണ്ടത് എന്നൊരു നിരീക്ഷണം അല്ലെങ്കിൽ അത്തരം ഒരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ്. ആ ശ്രമം നടക്കുന്നതിനിടയ്ക്ക് ഓരോരുത്തരുടെയും ഈ പങ്കാളിത്തത്തിലുള്ള ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും അളവ് സെൻറ്റിമീറ്റർ കണക്കിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഷേക്സ്പിയറിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമുണ്ട്, നന്നായി പര്യവസാനിച്ചത് എല്ലാവർക്കും കാര്യം എന്ന് പറഞ്ഞ് അങ്ങനെ ചോദിക്കാൻ കാര്യം. PM ശ്രീയിൽ പ്രതികരിക്കുകയായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബി.